വാർത്തയിലേക്ക് വിശദമായി. പാലക്കാട്ടെ RSS മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് എ ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് 4 വർഷം. നഗരമധ്യത്തിൽ പട്ടാപ്പകലായിരുന്നു ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരവാദികൾ വെട്ടിക്കൊന്നത്. കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി 57 പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ പിടികൂടിയിരുന്നു. അതേസമയം ഗൂഢാലോചനയിൽ പങ്കുള്ള 6ാം പ്രതി റഷീദ് ഇപ്പോഴും ഒളിവിലാണ്. അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ആ ദിവസം നമ്മൾ ഇനിയും മറന്നിട്ടില്ല. ആദ്യം അതൊന്നോർത്തെടുക്കാമോ? കൃഷ്ണരാജ്, 2022 ഏപ്രിൽ 16-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെയായിരുന്നു കേരളത്തെ തന്നെ നടുക്കിയ ആ ഒരു ക്രൂര കൊലപാതകം നടന്നത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ പാലക്കാട് മേലാമുറിയിലുള്ള എ ശ്രീനിവാസന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ടൂ വീലറുകൾ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു. ആ ഷോപ്പിനകത്തേക്ക് ടൂ വീലറുകളിലും കാറിലുമായി എത്തിയ സംഘം പെട്ടെന്ന് തന്നെ വടിവാളും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഈ കടക്കകത്തേക്ക് കയറി നിമിഷ നേരം കൊണ്ട് ഈ എ ശ്രീനിവാസൻ എന്ന RSSന്റെ മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കേരളത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത് എന്നുള്ളതിൽ സംശയമില്ല. എ ശ്രീനിവാസൻ ഏതെങ്കിലും തരത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ പകയ്ക്കുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അതിൽ പ്രവർത്തിക്കുക, അതിൻ്റെ ആദർശം മുറുകെ പിടിക്കുക, സാംസ്കാരിക ദേശീയത എന്നുള്ളതിൽ ഊന്നി പ്രവർത്തിച്ച് അതിൻ്റെ ജീവിത രീതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അതും ഈ കൊലപാതകം നടത്തിയത് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി, അതായത് കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംഭവമേ ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആരൊക്കെയാണ് കൊല്ലപ്പെടേണ്ടത് എന്നുള്ള ആളുകളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഇവർ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ തയ്യാറാക്കി. തുടർന്ന് നിരവധി ആളുകളെ ഇവർ ഉന്നം വെച്ചിരുന്നു. ആ സമയത്ത് പലരും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതും മറ്റു കാര്യങ്ങളോ അറിയാതെ ഈ എ ശ്രീനിവാസൻ എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖും പ്രചാരകുമൊക്കെ ആയിരുന്ന എ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് സാധാരണഗതിയിലെ പോലെ തന്നെ കടയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഏതായാലും 4 വർഷമായിരിക്കുന്നു ആ ഒരു ക്രൂര കൊലപാതകം നടന്നിട്ട്. അന്ന് നടന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീനിവാസന്റെ മകൾ ഉൾപ്പെടെ കുടുംബം തേങ്ങിക്കരയുന്ന കാഴ്ചകൾ ഭാരതമാതാവിന്, അതായത് സ്വന്തം പിതാവിൻ്റെ ശരീരം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ കത്തിക്ക് ഇരയായി കിടക്കുമ്പോഴും ഭാരതമാതാവിന് ജയ് വിളിച്ച ആ ഒരു ശ്രീനിവാസന്റെ മകളെ ഉൾപ്പെടെ കേരളത്തിലെ ഒരു ആളുകൾക്കും മടക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ 58 പ്രതികളാണ് ഈ കേസിലുള്ളത്. ആ 58 പ്രതികളിൽ 57 പേരെ NIA പിടികൂടുകയുണ്ടായി. അതായത് ആദ്യഘട്ടത്തിൽ ഇത് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചിരുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഭീകര സ്വഭാവവും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കേസ് NIA ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും NIA കേസ് ഏറ്റെടുത്തതിന് ശേഷം 57 പേരെ പിടികൂടി കുറ്റപത്രം സമർപ്പിച്ചു. NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തുടർന്നും ഒരു പ്രതി, അതായത് കേസിലെ 6ാം പ്രതി, കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും നടത്തിയത് ഈ 6ാം പ്രതിയായ റഷീദിൻ്റെ നേതൃത്വത്തിലാണ്. ആ റഷീദും ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ 57 പ്രതികളെ കൃത്യമായി പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ഇവർ ഗൂഢാലോചന നടത്തിയത്. മാത്രമല്ല ഇവർ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഒക്കെ അന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പാലക്കാട് മാത്രമല്ല, പാലക്കാട് ജില്ലയും പുറത്തു നിന്നും ഒക്കെ ഉള്ള പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരർ ഈ ക്രൂര കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായത് അത് ഈ എ ശ്രീനിവാസനെ വധിച്ച ഈ ഒരു കൊലപാതകം ഉൾപ്പെടെ ആ കൊലപാതകത്തിൻ്റെ രീതികൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇതിൽ കൃത്യമായ ഭീകരബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ പിന്നീട് നിരോധിക്കുന്നതിലേക്ക് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കടന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ NIA കോടതിയിൽ പുരോഗമിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അരുൺ, ഈ ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണല്ലോ. തീർച്ചയായിട്ടും 6ാം പ്രതിയായിട്ടുള്ള റഷീദ് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ 6ാം പ്രതിയായ റഷീദാണ് ഇതിൽ
കൂടുതലും പ്രധാനമായിട്ട് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പ്രധാന പങ്കുള്ളത് എങ്ങനെയാണ് കൊലപാതകം നടത്തേണ്ടത്, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രധാനമായും ഇതിൽ പങ്കാളിയായിരുന്ന വ്യക്തിയാണ് ഈ റഷീദ് എന്ന ഭീകരവാദി. ഏതായാലും റഷീദിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നത്. ഏതായാലും ഈ ശ്രീനിവാസന്റെ കൊലപാതകത്തിന് ശേഷം പല ഈ പ്രതികളെ പരിശോധിച്ചു നോക്കുമ്പോൾ പല പ്രതികൾക്കും ഇപ്പോൾ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനായിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പല കോണുകളിൽ പല രീതിയിൽ നമ്മുടെ സമൂഹത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമായി കൂടെയാണ് ഈ കൊലപാതകത്തിലെ പ്രതികൾ എന്നുള്ളതാണ്. ഏതായാലും ഈ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് 2022 ഏപ്രിൽ 16 ഉച്ചയ്ക്ക് പാലക്കാട് മേലാമുറിയിൽ നടന്നത് എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ ശ്രീനിവാസന്റെ അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. രാവിലെ പ്രശാന്ത് ശ്രീനിവാസൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന ഒരു ട്രസ്റ്റിന്റെ ഓഫീസിൽ വെച്ച് നടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വൈകിട്ട് കണ്ണകിയിൽ ശാഖയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖയിലും ഈ ശ്രീനിവാസനെ അനുസ്മരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്ന് ഇന്നിപ്പോൾ 4 വർഷമാവുകയാണ്. വലിയ വേദനയോടുകൂടെ തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണെങ്കിലും ദേശീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ ഓർത്തെടുക്കുന്നത്. ശരി, പാലക്കാട്ടെ RSS മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്ന് 4 വർഷമാകുന്നു. ഇപ്പോഴും ഒരു പ്രതി ഒളിവിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.